Next, we are going to discuss about the topic of the human reproduction is fertilization and implantation. Fertilization and implantation. Okay, listen. Fertilization and implantation. Fertilization and implantation മുമ്പ് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരുന്ന ഈ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കുറച്ച് പ്രോസസ്സിനെ ഡിസ്കസ് ചെയ്തു. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടക്കുന്ന കുറച്ച് ഈവൻറ്റ്സ്. ആദ്യത്തെ ഈവൻറ്റ്സ് ഏതായിരുന്നു? ഗ്യാമറ്റോജനൈസിസ്. ഇത്രയും ദിവസം നമ്മൾ ഗ്യാമറ്റോജനസിസിൻ്റെ പല രീതിയിലുള്ള സ്ട്രക്ചറുകൾ അതൊക്കെയാണ് പഠിച്ചിരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻസെമിനേഷൻ. ഇൻസെമിനേഷന് ശേഷമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻസെമിനേഷന് ശേഷമാണ് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഇൻസെമിനേഷൻ? ഡ്യൂറിങ് കോപ്പുലേഷൻ semen is released by the penis into vagina. That is called insemination. What is copulation or coitus? The process of inserting penis into vagina of the female. ഒരു സെക്സ്, അതായത് സെക്സ് പ്രോസസ്സിൽ ഏർപ്പെടും. സെമൻ എന്താണ്? സെമൻ മീൻസ് സെമിനിയൽ പ്ലാസ്മ. ആരൊക്കെ പ്രൊഡ്യൂസ് ചെയ്താണ് സെമിനിയൽ പ്ലാസ്മ? ഓർമ്മയുണ്ടോ? അതായത് ആക്സസറി ഗ്ലാൻസ് അല്ലേ? ആക്സസറി ഗ്ലാൻസ് ഏതൊക്കെയാണ്? സെമിനിയൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, കൗപ്പസ് ഓർ ബൾബോയൂർത്ര ഗ്ലാൻഡ്. ഇതെല്ലാം കൂടെ റിലീസ് ചെയ്യുന്ന സെമിനിയൽ പ്ലാസ്മ പ്ലസ് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം. ഇതിനെ ഒരുമിച്ച് പറയുന്നതാണ് പേരാണ് സെമൻ. ദാറ്റ് സെമൻ അറ്റ് ദ ടൈം ഓഫ് കോയിറ്റസ് ഓർ കോപ്പുലേഷൻ, സെക്സ് എന്ന പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ കോയിറ്റസ് ടൈമിൽ ഓർ കോപ്പുലേഷൻ ടൈമിൽ പെനിസ് inserted into vagina of the female tract and then release the semen അല്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേംസ് നേരെ വജേനയിലെത്തി, വജേന വഴി സെർവിക്കൽ കനാലിൽ എത്തി, ദെൻ യൂട്രസ്, ഇസ്തമസ്, അതുവഴി സ്പേമിൻ്റെ മോട്ടിലിറ്റി പോലുണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ അല്ലേ? അപ്പം അതുവഴി ഇസ്തമസിലെത്തണം അല്ലേ? അപ്പം the motile sperm swim rapidly pass through the cervix, that's a vagina cervical canal, and then you reach the uterus and then reach at the isthmus at the junction of the isthmus and ampulla. isthmusന്റെയും ആംപ്യൂളയുടെയും ജംഗ്ഷനിലെത്തണ സമയത്ത് the same time the ovum is released from the ovary. ഓവറിൽ നിന്ന് റിലീസ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റാണ് ഫിംബ്രി വഴി ഇൻഫെൻഡിബിളത്തിലെത്തി, ഇൻഫെൻഡിബിൾ ആംപ്യൂളെത്തി. ആ ഇസ്തമസ് ആംപ്യൂളറി ജംഗ്ഷനിൽ ഓഫ് ദ ഫാലോപ്പിയൻ ട്യൂബിൽ ഒരേ ടൈമിൽ സ്പേമും സെക്കൻഡറി ഊസൈറ്റും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണം. ഒരേ ടൈമിൽ വേണം ഇവരെ എത്താനായിട്ട്. അതുകൊണ്ടാണ് എല്ലാ കോപ്പുലേഷനും, ഓൾ കോപ്പുലേഷൻസ് ആർ നോട്ട് ലീഡ് ടു fertilization and pregnancy, because if the ovum and sperms are transported simultaneously to the ampullary isthmic junction എത്തണം, ഒരേ സമയത്ത് ഇവർ രണ്ടുപേരും എത്തിയാൽ മാത്രമേ ഈ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതുമാത്രമാണ് പ്രഗ്നൻസിയിലോട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കോപ്പുലേഷനും, ഓൾ കോപ്പുലേഷൻസ് ആർ നോട്ട് ലീഡ് ടു fertilization or pregnancy. So what is the fertilization? Fertilization means the process of fusion of sperm with an ovum. The process of fusion of sperm with an ovum is called fertilization. Fertilization ഇനി ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഇൻസെമിനേഷൻ? ഇൻസെമിനേഷൻ means the process of at the time of copulation or coitus, semen is released by the penis into the vagina, and after insemination the motile sperm swim rapidly, pass through the cervical canal and enter into uterus and finally reach the isthmus and then isthmus ampullary isthmic junction of the fallopian tube. And that in the ovum is released at the same time. The ovum is also released by the ovary, transported to the same junction where the fertilization will take place. That is the fusion of sperm with that ovum. And this process
This fertilization can occur if both ovum and sperms are transported simultaneously to this ampullary stomach junction. That is why not all copulations lead to fertilization and pregnancy. Okay. ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് സ്പേം എഗ്ഗിനുള്ളിൽ എൻ്റർ ചെയ്യണത്? സി, ദിസ് ഈസ് എ എഗ്. സ്പേം കണ്ട, സ്പേമിൻ്റെ എക്രോസ് ഹെഡ് പോർഷന് എഗ്ഗിന് തുളയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയാണ്, അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എഴുതാം, നോട്ട് എഴുതാം. ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഓൺലി ഇഫ് ദ ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി. സോ ഓൾ കോപ്പുലേഷൻസ് ഡു നോട്ട് ലീഡ് ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. എ സ്പേം ഇൻ കോൺടാക്ട് വിത്ത്, ഇത് എങ്ങനെയാണ് ഇനി നമ്മൾ ഒരു സ്പേം എഗ്ഗിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്താണ് എഗ്ഗിൻ്റെ സ്ട്രക്ചർ അല്ലേ. സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ആണ്, അതിന് ചുറ്റും പ്ലാസ്മ മെമ്പറൈൻ, പ്ലാസ്മ മെമ്പറിന് ചുറ്റുമുള്ള ലെയർ ഏതാണ്? സോണ പെലൂസിഡ. സോണ ഔട്ടർ ലെയർ ഇസ് കൊറോണ റേഡിയേറ്റ. ഇത്രയുമാണ് എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. എ സ്പേം കം ഇൻ കോൺടാക്ട് വിത്ത് സോണ പെലൂസിഡ റീജിയൻ. ഏതാണ്? പ്ലാസ്മ മെമ്പറൈനെയും കൊറോണ റേഡിയേറ്റഡും ഇടയ്ക്കുള്ള ലെയർ ആണ് ഏത്? ദിസ് ലെയർ അല്ലേ. ദിസ് ലെയർ ആണ് സോണ പെലൂസിഡ റീജിയൻ. റെഡ് കളർ, ഇതാണ് സോണ പെലൂസിഡ റീജിയൻ എന്ന് പറയുന്നത്. ഈ സോണ പെലൂസിഡ റീജിയണിൽ വന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇത് ഇൻഡ്യൂസസ് ചേഞ്ചസ് ദ മെമ്പറൈൻ. ആ കോൺടാക്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ റീജിയണിൽ അവിടെ ആ മെമ്പറൈന് ചേഞ്ചസ് വരുത്തുന്നു. That changes prevent the further entry of additional sperm. That changes the membrane block the entry of additional sperms. അപ്പം ഏതെങ്കിലും എല്ലാ സ്പേമും കുറേ സ്പേംസിൽ വന്ന് കോൺടാക്ട് ചെയ്യുക അല്ലേ, എഗ്ഗിൽ വന്ന് ഫൈറ്റ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു സ്പേമിനാണ് ഈ സോണ പെലൂസിഡ റീജിയനിലോട്ട് അറ്റാച്ച് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. ആ സോണ പെലൂസിഡ റീജിയനിലെ ഉള്ളിനുള്ളിൽ ഇത് കയറാൻ പറ്റിയ ഉടനെ ആ സോണ പെലൂസിഡ മെമ്പറിനുള്ളിൽ ചേഞ്ചസ് വന്നു. ദാറ്റ് പ്രിവെൻറ്റ് ദ ഫർദർ എൻട്രി ഓഫ് ദ അഡീഷണൽ സ്പേംസ് അല്ലേ. ഇനി നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ സ്പേമിന് ഇത് സാധിക്കുന്നത്? ദ സെക്രീഷൻ ഓഫ് ദ എക്രോസോം. എക്രോസോം നമ്മൾ പഠിച്ചാണ് അല്ലേ. അവിടെ എൻസൈം ഹയാലോ യൂറോണിഡേസ് എന്ന എൻസൈം ഓർമ്മയുണ്ടോ? The secretion of the acrosome help the sperm to enter into the egg cytoplasm through the zona pellucida and plasma membrane. പിന്നെയും ഈ എഗ്ഗിന് ആ ഒരു ഹെഡിനുള്ള എൻസൈംസിന് സഹായത്താൽ സോണ പെലൂസിഡ റീജിയണിലും പ്ലാസ്മ മെമ്പറൈനൊക്കെ തുളച്ച് ഈ സൈറ്റോപ്ലാസത്തിലോട്ട് കയറാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഈ സൈറ്റോപ്ലാസത്തിനുള്ളിൽ ഇത് കയറിക്കഴിഞ്ഞാൽ എഗ്ഗ് സൈറ്റോപ്ലാസത്തിനുള്ളിൽ ഈ ഇത് തുളച്ച്, അതായത് ഈ പ്ലാസ്മ മെമ്പറിൻ സോണ പെലൂസിഡയൊക്കെ അത് തുളച്ച് അല്ലെങ്കിൽ അതിനുള്ളിൽ കയറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് ദ സെക്കൻഡറി oocyte സ്റ്റാർട്ട്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ, സെക്കൻഡറി oocyte, അതായത് പ്രൈമറി oocyte ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡറി oocyte ആയിട്ട് നിൽക്കലാണ് ഓവുലേഷൻ നടന്നത് അല്ലേ. ആ സെക്കൻഡറി oocyte ഉണ്ടെങ്കിലോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു ഫോം ദ ഫങ്ഷണൽ ഓവം ഓർ ഊട്ടിഡ് ആയിട്ട് മാറുന്നു. സ്പേം എഗ്ഗിനുള്ളിൽ സൈറ്റോപ്ലാസത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സൈറ്റോപ്ലാസത്തിൽ ചേഞ്ചസ് അത് മതി ആ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെക്കൻഡറി oocyteന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ആവാനുള്ള സാധ്യത. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. സെക്കൻഡറി oocyte എന്തായിട്ട് വന്നു? ഫങ്ഷണൽ ഓവം ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യുന്നു. സെക്കൻഡ് പോളാർ ബോഡി ലേറ്റർ വിൽ ഡീജനറേറ്റഡ്. ഓക്കെ, ദെൻ ഹാപ്ലോയിഡ് ന്യൂക്ലിയയും ഓഫ് ദ സ്പേമും ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഓഫ് ദ എഗ് ഓവോ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ആവുന്നു. ദെൻ ഇവ രണ്ടും ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, once again the secretion of the acrosome helps sperm to enter into egg cytoplasm via zona pellucida and plasma membrane. This causes second meiotic division of the secondary oocyte to form and function ovum or rooted and second polar body. The haploid nuclei of the sperm and ovum fuse together to form what? A diploid zygote. A diploid zygote form ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഫോം ചെയ്തു അല്ലേ. ഇനി സൈഗോട്ട് എവിടെ വെച്ചാണ് ഇത് ഫോം ചെയ്യുന്നത്? ആംപുലറി ഇസ്തമിക് ജംഗ്ഷനുള്ളിലാണ്. ഇപ്പോൾ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയത് സൈഗോട്ട് ഉടനെ തന്നെ ഡിവൈഡ് ചെയ്ത് 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു. ഇങ്ങനെ ഫർദർ ഡിവിഷനാണ്. ആ ഡിവിഷൻ ഇപ്പോൾ അത് നോക്കി 2 സെൽ സ്റ്റേജ് ആവുന്നു, 4 സെൽ, 8 സെൽ,
16 സെൽ ഫെർട്ടിലൈസ്ഡ് എഗ് വിത്ത് ഫ്ലൂയിഡ്. ഉടനെ തന്നെ പെട്ടെന്നാണ് ഈ ചേഞ്ചസ് നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചേഞ്ചസ് നടക്കും. ഓക്കെ, ദ മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ ക്ലീവേജ്. അപ്പോൾ ഈ ഒരു ഫ്യൂഷൻ എഗ് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലീവേജ് ആണ്. ക്ലീവേജ് എപ്പോഴാണ്? ക്ലീവേജ് സ്റ്റാർട്ട് ആസ് എ സൈഗോട്ട് മൂവ് ടു ദ ഇസ്തംസ് ടുവേർഡ് ദ യൂട്രസ്. അതായത് ക്ലീവേജ് നടക്കുന്ന വഴി തന്നെ സൈഗോട്ട് അവിടെ നിന്ന് മൂവ് ചെയ്യാം. അവിടെ ആംബ്യുലർ ഇസ്തമിക് ജംഗ്ഷനില്ല. നെക്സ്റ്റ് പിക്ചർ കാണിക്കാം. ഓവറി നോക്ക്, ഇവിടെ ഓവം റിലീസ് ചെയ്ത് സെക്കൻഡറി ഊസൈറ്റിനെ ഫിംബ്രയെ ക്യാരി ചെയ്ത് ഈ ജംഗ്ഷനകത്തേക്കാണ് അല്ലേ. അപ്പോഴാണ് സ്പേം ഒന്ന് എൻ്റർ ചെയ്യണത്, സ്പേം സെൽസ് വരുന്നത്. ഒരു സ്പേമിനുള്ളിൽ കയറാൻ സാധിച്ചു. സ്പേം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കണോ. അത് തന്നെ സെക്കൻഡ് മിയോട്ടിക് ഫംഗ്ഷണൽ ഓവം ആകുന്നു. ഫംഗ്ഷണൽ ഓവം ആയാൽ ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, രണ്ടിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് നമ്മൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി മാറണു. എഗ് സെൽ ഓഫ് ന്യൂക്ലിയസ് സ്പേം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്തു. കണ്ടോ, രണ്ടും ഒരുമിച്ച് ചേർന്ന് സൈഗോട്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സൈഗോട്ട് ഫോം ചെയ്തതൊക്കെ എവിടെയാണ്? ഈ ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ വെച്ചിട്ടാണ്. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിവിഷൻ. അപ്പോൾ അത് അവിടെ നിൽക്കില്ല, അവയ്ക്ക് ട്രാൻസ്ഫർ നടക്കുകയാണ്. ഇവിടെ ട്രാൻസ്ഫർ 2 സെൽ സ്റ്റേജ്, ഡിവിഷനും കൂടെ നടക്കണു. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കാൻ തുടങ്ങി. ഡിവിഷൻ നടക്കുന്നത് അതായത് 2 സെൽ സ്റ്റേജായി, 4 സെൽ സ്റ്റേജായി. ഈ ഓരോ സ്റ്റേജിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 സെൽ സ്റ്റേജായി. കണ്ടോ, അപ്പോൾ അത് യൂട്രസ് ഫാലോപ്പിയൻ ഡക്റ്റ് അവസാനിക്കാറായി. ഇനി യൂട്രസിനോട് എൻട്രി ചെയ്യണം. 8 സെൽ, അതായത് 8 സെൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മോറില സ്റ്റേജായി. മോറില സൈഗോട്ടായി, ബ്ലാസ്റ്റിലായി, ദെൻ 8 സെൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോറിലാണ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടാകും, മോറിലയായിട്ട് മാറണം. ഈ മോറില അതിനുശേഷം വീണ്ടും എന്തായിട്ട് മാറണം? മോറില ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നു കേട്ടോ. അതായത് ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിന് ചേഞ്ചസ്, അതിൻ്റെ സെൽസിൻ്റെ ലൊക്കേഷൻ മാറി, അതിന് മാറി അകത്തൊരു ക്യാവിറ്റി ഫോം ചെയ്യുന്നു. ചുറ്റിൻ്റെ സെൽസ് കൂടണു കണ്ടോ, അതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് വന്നത് ഇംപ്ലാന്റഡ്, അതാണ് യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്തായിട്ട് മാറി? ഇന്നർ സെൽ മാസ്, ഔട്ടർ ലെയർ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയും. ട്രോപ്പോബ്ലാസ്റ്റ് ഇതിനെയാണ് നമ്മൾ ഈ കാണുന്നത് ട്രോപ്പോബ്ലാസ്റ്റ് എന്നും. ഈ ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽ മാസ് ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യുന്നതാണ് സെൽസിൻ്റെ. ഈ ഒരു ഡിവിഷനുള്ളിൽ പല റീഅറേഞ്ച്മെൻറ്റ് നടക്കണം അല്ലേ. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ എത്തുമ്പോഴത്തേക്കും ഔട്ടർ ഗ്രോത്ത് ഓഫ് സെൽസ്, അതായത് ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, എൻറ്റോഡേം ഇതൊക്കെ ആയിട്ട് മാറി. ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് ബ്ലാസ്റ്റോസിസ്റ്റ് ആകുമ്പോൾ ഇത് ഔട്ടർ ട്രോപ്പോബ്ലാസ്റ്റ് ലെയറും ഇന്നർ സെൽ മാസുമായിട്ട് മാറുന്നു. ഇന്നർ സെൽ മാസിനകത്ത് എക്ടോഡേം, എൻറ്റോഡേം, മീസോഡേം ഒക്കെ ഉണ്ട്. അപ്പോൾ അതായിട്ടാണ് ഇവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വൺസ് അഗെയിൻ എന്താണ് ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കണോ? ഫെർട്ടിലൈസേഷൻ വിൽ ടേക്സ് പ്ലേസ് വേർ അറ്റ് the ambulary ischemic junction അല്ലേ, ambulary ischemic junction. After entering sperm, okay, after sperm enter ചെയ്താൽ എന്താണ്? സെക്കൻഡ് meiotic division and the egg nucleus become second oocyte become functional ovum or ooted or functional ovum or ooted ആയിട്ട് മാറണം. ഊട്ടിഡിൻ്റെ ന്യൂക്ലിയസ് എന്തായിരിക്കും? ഹാപ്ലോയിഡ്. സ്പേമിൻ്റെ ന്യൂക്ലിയസ് എന്തായിരിക്കും? ഹാപ്ലോയിഡ്. ബോത്ത് ന്യൂക്ലിയസ് ഫ്യൂസ് ടുഗെദർ ടു ഫോം സൈഗോട്ട് ഫോം ചെയ്യുന്നു അല്ലേ, സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ നമുക്ക് പറയാം ഹൗ ദ പോളിസ്പേം ഈസ് പ്രിവെൻറ്റഡ്. ഇവിടെയൊക്കെ സ്പേംസുകൾ കുറേ ഉണ്ടല്ലേ. എങ്ങനെയാണ് ഈ പോളിസ്പേംസിന് ഇനി ഒരു സ്പേം എൻ്റർ ചെയ്താൽ എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു? A sperm only contact with which layer? The zona pellucida layer അതിനെ കോണ്ടാക്ട് ചെയ്യണം അല്ലേ. ദാറ്റ് when it contact it changes the membrane. ആ ചേഞ്ചസ് ആണ് എന്ത്? that prevent the entry of additional sperms or prevent polysperm. Once again, when a sperm, one of the sperm contact with the zona pellucida region, so it changes the zona pellucida. That changes of the zona pellucida prevent the further entry of additional sperms. Okay, and it ensures that only one sperm can fertilize with an ovum. The secretion, how a sperm can enter the zona pellucida plasma membrane into the egg cytoplasm. That is the secretion of the acrosome, especially hyaluronidase enzyme help.
The sperm enter into the zona pellucida of the ovum through the zona pellucida region and plasma membrane. അല്ലേ, ആ സോണ പെലൂസിഡിനെ തുളച്ച് ഈ അതിന് സഹായിക്കുന്ന ആരാണ്? എക്രോസോമിലെ സെക്രീഷൻ ഓഫ് ദ എക്രോസോം. അതിന് ഏത് എൻസൈമാണ് സഹായിക്കുന്ന? ഹയാല യൂറോണിഡേസ്, അതാണ് അതിന് സഹായിക്കുന്നത്. അപ്പം നിങ്ങൾ ആരാണ് സഹായിച്ചത്? എഗ്ഗിൻ്റെ സോണ പെലൂസിനെയും പ്ലാസ്മ മെമ്പറിനെയും തുളയ്ക്കാൻ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സ്പേമിനെ സഹായിക്കുന്ന ആരെന്ന് വെച്ചാൽ എക്രോസോം സെക്രീഷൻ. അതാണ് ആൻസർ. ആ ഒരു ആഫ്റ്റർ എൻട്രി ദ സ്പേം ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ എഗ്, what will happen? It complete the meiotic division of the secondary oocyte. The second meiotic division is unequal and to form a second polar body and haploid egg. Then the haploid nucleus of the egg and haploid are together to form zygote ആയിട്ട് മാറുന്നു. Then the zygote undergo cleavage process start ചെയ്യാം. cleavage, ഇതാണ് cleavage process. Zygote start from mitotic division. The mitotic division through ഇത് region isthmus regionോട്ടാണ് പാസ് ചെയ്യുന്നത് അല്ലേ. isthmus of the oviduct ആണ് അവിടെ വെച്ച് പാസ് ചെയ്യുമ്പോഴാണ് ഈ മൈറ്റോട്ടിക്. എന്താണ് മൈറ്റോട്ടിക് ക്ലീവേജ്? മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ടിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ട് ഇസ് എ ക്ലീവേജ്. അപ്പോൾ അതെന്തായിട്ട് മാറുന്നു? 2, 4, ആദ്യമേ 2 സെല്ലാണ്, പിന്നെ 4 സെൽ, പിന്നെ 8 സെൽ. ഈ സെൽസിനൊക്കെ പറഞ്ഞ പേരാണ് ബ്ലാസ്റ്റോമിയസ്, സെൽസ് ഓഫ് ദ സൈഗോട്ട്. അതിൻ്റെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയസ് എന്ന് പറയുന്നത്. അവസാനം 8 സെൽ സ്റ്റേജ് ആവുന്നു, അതായത് 8 സെല്ല് കഴിഞ്ഞ് പിന്നെ 16 ഇരട്ടിക്കുകയാണ് അല്ലേ. ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയർ ഇസ് കോൾഡ് മോറില സ്റ്റേജ്. ക്ലീവേജ് കഴിഞ്ഞിട്ട് 8 കഴിഞ്ഞ് 16 സെല്ലാണ്, 8 തൊട്ട് 16 വരെ വരുന്ന ആ ബ്ലാസ്റ്റോമിയസ് നമ്മൾ പറയുന്ന പേരാണ് മോറില സ്റ്റേജ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ മോറില. The morula continue to divide and transform into blastocyst. Morula എന്തായിട്ട് മാറുന്നു? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. ആസ് ഇറ്റ് മൂവ് ഫർദർ ഇൻ ടു യൂട്രസ്. അതാണ് യൂട്രസിലോട്ട് കയറാൻ പോവാണ് അല്ലേ. യൂട്രസിലോട്ട് കയറാൻ പോകും. ഇവിടെ എത്തി മോറില ഈ ഒരു ഭാഗത്തെത്തി. ഇനി യൂട്രസ് ഇവിടെ എത്തി. മോറില ഇവിടെ എത്തി, ബ്ലാസ്റ്റോസിസ്റ്റായി. ഇനിത്തെ അറ്റാച്ച്മെൻ്റ് ആണ്. ദ ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ് arranged into outer layer. ഇതിനെ നമ്മൾ പറഞ്ഞ ട്രോപ്പോബ്ലാസ്റ്റ് എന്നും ഇന്നർ ഗ്രൂപ്പ് ഓഫ് ഇതിന് നമ്മൾ ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നു. ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെല്ലിന് ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നു. ദിസ് അറ്റാച്ച്ഡ് ടു ദ ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ ഓഫ് ദ ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ്. ഇതാണ് എൻഡോമെട്രിയം ലെയറിൻ്റെ യൂട്രസിന് അറ്റാച്ച് ചെയ്യുന്നു അല്ലേ. ആൻഡ് ഇന്നർ സെൽ മാസ് ഗെറ്റ് ഡിഫറൻഷിയേറ്റഡ് ആസ് എംബ്രിയോ. അതായത് ഇന്നർ സെൽ മാസ് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം അത് പല എംബ്രിയോയുടെ പല ഓർഗൻസ് ആയിട്ട് മാറുന്നു. Okay, after attachment the uterine cell divide rapidly and cover the blastocyst. അതിനുശേഷം അടുത്തത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ഉടനെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്യും. യൂട്രൈൻ സെല്ലിന് ഉടനെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്യും. അതായത് അറ്റാച്ച്മെൻറ്റ് ഇംപ്ലാന്റേഷനിൽ പ്രോജസ്റ്റീനോട് ഉണ്ട്. ഉടനെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് കവർ ചെയ്യും. Uterine cell divide rapidly and cover the blastocyst. As a result, the blastocyst become embedded in the endometrium of the uterus, and that process is called implantation, and it leads to pregnancy. Once again, a blastocyst, after attaching the blastocyst into the endometrium of the uterine wall, immediately the uterine cells divide rapidly and cover the blastocyst. As a result, it becomes embedded in the endometrium of the uterus. That process is called implantation. Immediately after implantation, the inner cell mass differentiates into ectoderm, endoderm, and mesoderm, and this layer give rise to all organs of the give rise to tissues, and tissues leads to organ system in adult. Okay.